ആരെയും പ്രവേശനം വേണമെന്ന് പറഞ്ഞു. പക്ഷെ എന്തൊരു ഗതികേടാവ്. ഞങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലല്ലേ നിങ്ങൾ പോരേണ്ടത് പറയേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെട്ടോ? ഞങ്ങളൊന്ന് പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടോ എവിടെയെങ്കിലും? പിന്നെ എന്തിനാ ഇങ്ങനെ ഈ മാനസിക ദുഃഖം കൊണ്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? കഴിഞ്ഞു പോയ കാര്യം മറന്നു പോയാൽ പോരെ? മറക്കാൻ പറ്റുന്നില്ല. ഉറക്കത്തിൽ പോലും അവരെ ഞെട്ടി എണീപ്പിക്കുക. ആ ഞെട്ടുണ്ടാക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഇത് കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിൽ വളർന്നു വന്ന പാർട്ടിയാണ്. ചരിത്രം സാക്ഷി നിർത്തി പറയുക, ഞങ്ങളുടെ ഭാഗധേയത്വവും ഞങ്ങളുടെ നിലനിൽപ്പും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സുപ്രധാനപ്പെട്ടതാണെന്നുള്ള ബോധ്യം ചിലപ്പോഴെങ്കിലും ഓർക്കുന്നത് നല്ലതാണെന്ന് അദ്ദേഹത്തെക്കുറിച്ചും എനിക്കിതിനെക്കുറിച്ച് സൂചിപ്പിക്കാറുണ്ട്. എന്നാത്തെന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾ അവരെ കണ്ടില്ല? അല്ല ഒന്ന് പറഞ്ഞുകൂടെ? ഒരു കാര്യം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയല്ലേ എടുക്കേണ്ടത്? പിന്നെ തുടർപ്പാടമല്ല പിടിക്കേണ്ടത്. കഴിഞ്ഞ ഭാഗത്തിന് മറുപടി പറട്ടെ. മിനിസ്റ്റർക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള ആത്മവിശ്വാസം നൽകിയത് CPM ആണെന്നാണ് CV പറഞ്ഞത്. ആണോ? അത് നല്ല കാര്യമല്ലേ? എനിക്ക് അങ്ങനെ ആത്മവിശ്വാസമുള്ള ആളാണെന്ന് പുള്ളി പറഞ്ഞെങ്കിൽ എനിക്ക് എന്ത് പറയാനുണ്ടോ? ഞാൻ എത്ര കാലമായി പൊതുരംഗത്ത് നിൽക്കുക. 1996 മുതൽ തെരഞ്ഞെടുപ്പിലുണ്ട്. 6 തെരഞ്ഞെടുപ്പായി. ഇടുക്കിയിൽ 5 തെരഞ്ഞെടുപ്പായി. സംഘടനാ രാഷ്ട്രീയ രംഗത്തിന്റെ ചെറുപ്പകാലം മുതൽ വളർന്നു വന്ന ആളാണ്. എന്നെ അറിയാവുന്നവരും ഇല്ല. കേരളം മുഴുവൻ വലിയ പ്രസക്തിയുള്ള ആളല്ല. എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം. നിലപാടുള്ള ആളാണ് ഞാൻ. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലപാടുണ്ട്. എൻ്റെ നേതാവ് മാണി സാറ് എൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരിക്കലും അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ ഞങ്ങൾക്കൊന്നും കഴിയില്ല. അതേ ചോരത്തുള്ളപ്പോടെ ഞാൻ പറയുന്നു, അതല്ലേ ജോസ് കെ മാണിയുടെയും ചെയർമാനായി കേരള കോൺഗ്രസ് ഞങ്ങൾ നയിക്കുന്നത്. ഈ പാർട്ടി ഒന്ന് ഭിന്നിപ്പുണ്ടാക്കാവുന്നുള്ള ചിന്തകൾ ഉദയം ചെയ്യുന്നതാണ് ഏറ്റവും മോശം. അതൊന്നും ഒരിക്കലും പാസ്സാകാൻ കേസല്ല. കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു. ഒറ്റക്കെട്ടെന്ന് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ എവിടെ ഞങ്ങൾ ഭിന്നസ്വരം? ഇതൊക്കെ വെറുതെ ഇങ്ങനെ ആവർത്തിച്ചുണ്ടാക്കുന്ന ഒരു ഇത്രയും കാലം ഇന്ന് തീക്കേണ്ട പണി എല്ലാം നടത്തിയിട്ട് എല്ലാം സംഭവിച്ചോ? ഈ അണികൾക്കിടയിൽ വലിയ തോതിൽ UDFിലേക്ക് പോകണം എന്നുള്ളൊരു ചർച്ച പാർട്ടിയുടെ പല മീറ്റിംഗുകൾ നടന്നപ്പോൾ എന്നെ എവിടെയൊന്ന് പറഞ്ഞുതരാമോ? മീറ്റിംഗുകൾക്ക് എനിക്കറിയത്തില്ല. അതുകൊണ്ടാ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉൾപ്പെടെ അത്തരം ചർച്ചകൾ ഒന്നും ഉണ്ടായിട്ടില്ല. രണ്ട് MLA-മാരാണ് നിലപാടുള്ളവരാണെന്നാണ്. എന്നാ അവരുടെ പേരിങ് പറ. അതല്ലേ എന്റെ മര്യാദ. ഒരു കാര്യം പറയുമ്പം ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾ ചെറിയ പാർട്ടിയാ. ഇങ്ങനെ ഉള്ള പോലെ നിൽക്കും. അതൊരു ഒരു ഒരു സ്റ്റെപ്പാണ് അത്. അതുകൊണ്ട് ഇക്കാര്യത്തിനൊന്നും സംശയം വേണ്ട. ഇന്നിങ്ങനെ ആശയക്കുഴപ്പങ്ങളും ആശങ്കകളൊന്നും വേണ്ട. ഇനി ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിച്ച് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനമധ്യത്തിൽ നിന്ന് കൊണ്ടുവന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കാനും ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരെ സഹായിക്കാനും നിഷ്പക്ഷത രാഷ്ട്രീയ മനോഭാവത്തെക്കാൾ ഉപരിയായ ഒരു സാഹചര്യം ഞങ്ങൾക്ക് രൂപപ്പെടുത്തണം. കേരള കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ മനസ്സിലായില്ല. ചോദ്യം മനസ്സിലായില്ല. കേരള കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ അത് സ്വീകരിക്കാതെ വന്നാൽ അത് ഒരു പുനർവിചിന്തനം UDFുമായി ഒരു സഹകരണം ഏതെങ്കിലും ഘട്ടത്തിലുണ്ടാവും? എനിക്കത് ഇപ്പോഴും വ്യക്തമായില്ല. കേരള കോൺഗ്രസ് തീരുമാനം കേരള കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഷയത്തിൽ ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ആ നിലപാടിന് വിരുദ്ധമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ എന്ത് കാര്യം? ഏതെങ്കിലും വിഷയത്തിൽ വരുന്ന നാളുകളിലെ വിഷയങ്ങളിൽ സീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഇവിടുന്ന് പോകുന്നൊരു വണ്ടി മറിയോന്ന് വെച്ചാൽ എന്നാ പറയുന്നത്? ഇപ്പൊ നല്ല വഴിയാണ് പോവല്ലേ? അത് അന്നേരം നോക്കിയാ പോരെ. പിന്നെ അടുത്ത സാഹചര്യമല്ലേ? ഇത്രയും സ്മൂത്തായിട്ട് പോകുന്നത്. നിങ്ങളുടെ ചോദ്യം തന്നെ എന്തോ കഷ്ടമാടാവും.